ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സാഖർ ലേക്കിലേക്കാണ്. നമ്മുടെ അലീനി തന്നെയാണ് ഈ ലേക്ക് ഉള്ളത്. നമ്മൾ മുന്നേ ഒരു തവണ പോയിട്ടുള്ളതാട്ടോ, പക്ഷെ അന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത്. മുന്നേ നമ്മൾ ഈ ലേക്ക് വന്നത് വിൻ്ററിലാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അധികം ആരും അങ്ങനെ എത്തിപ്പെടാത്തൊരു സ്പോട്ടാണെന്ന് തോന്നുന്നു. ഇത് വലിയ തിരക്ക് അങ്ങനെ അനുഭവപ്പെടാറില്ല. സാധാരണ വിൻ്റർ ടൈമിലൊക്കെ എല്ലായിടത്തും പൊതുവെ നല്ല തിരക്കാണല്ലോ. ഇത് ക്യാമ്പിങ്ങിനൊക്കെ നല്ലൊരു സ്പോട്ടാണ്. പിന്നെ വിൻ്ററൊക്കെ കഴിഞ്ഞത് കൊണ്ട് ഒട്ടുവേ ഇവിടെ തിരക്കുണ്ടാവാറില്ല. ഇന്ന് നമ്മൾ വന്നപ്പോൾ ലേക്കിൻ്റെ ഫ്രണ്ടിലത്തെ റോഡിൽ കുറച്ച് വർക്ക് നടക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫാമിലി കാറ് വേറെ സ്ഥലത്തിട്ടിട്ട് അവർ നടന്നു പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കാറ് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി നോക്കിയപ്പോഴേക്കും അവിടെ ലേക്കിലേക്ക് പോകുന്ന വഴി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ലേക്കിൻ്റെ സൈഡിലത്തെ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ ചായ ഉണ്ടാക്കിക്കൊണ്ടാട്ടോ വന്നത് ഇവിടെ ഇരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ വെയിൽ താറാത്തത് കൊണ്ട് നമ്മൾ ഓർത്തു കുറച്ചുകൂടെ കഴിഞ്ഞ് തിരിച്ച് കയറി വന്നിട്ട് ചായ കുടിക്കാൻ ഓർത്തു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ ചായയൊക്കെ വെച്ചിട്ട് നമ്മൾ ലേക്കിൻ്റെ സൈഡിലേക്ക് നടന്നു പോകുക. സൺസെറ്റിൻ്റെ സമയമായി കേട്ടോ. എന്നാൽ തിരക്കൊന്നുമില്ല. വിൻ്റർ കഴിഞ്ഞത് കൊണ്ടായിരിക്കും. അന്ന് ഞങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാർ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ലേക്കിൻ്റെ അറ്റത്തേക്ക് നടന്നപ്പോൾ അവിടെ ഒരു ഗ്യാങ് ഇങ്ങനെ പാട്ടൊക്കെ പാടി അവരിങ്ങനെ ചില്ല് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു. വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ കണ്ട ഈ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കുറേ ഉണങ്ങി നിൽക്കുന്ന ചെടി പോലത്തെ ഇതാണ് കേട്ടോ. നമ്മൾ അന്ന് വന്നപ്പോഴും ഇത് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഉണങ്ങി നിൽക്കുമായിരുന്നു. ഇത് നമുക്ക് പെട്ടെന്ന് കൈവച്ച് ഒടിച്ചെടുക്കാൻ പറ്റും. ലേക്കിൻ്റെ കുറേ സ്ഥലമൊക്കെ ഇങ്ങനെ ഇറങ്ങി കിടക്കുക കേട്ടോ. വെള്ളമൊന്നുമില്ല. കുറച്ച് വെള്ളം അങ്ങ് താഴത്തേക്ക് ഇറങ്ങി കിടക്കുകയാണ്. പിന്നെ പല ടൈപ്പ് ബേർഡ്സിനെ നമ്മളിവിടെ കണ്ടു. ഈ ലേക്കിൻ്റെ സൈഡ് ആയതുകൊണ്ട് ഒത്തിരി ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കാണാത്ത ടൈപ്പ് ഓഫ് ബേർഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ലേക്കിൻ്റെ സൈഡിലൊക്കെ ഡെസേർട്ടാട്ടോ. അന്ന് നമ്മൾ വന്നപ്പോൾ കുറേ കാറിൽ എല്ലാവരും ഡെസേർട്ടിൽ ഡ്രൈവ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. ഈ ചെടി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നട്ട് നോക്കാൻ വേണ്ടി പറിച്ചെടുത്തതാണ് കേട്ടോ. പിടിക്കുമോയെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് മുകളിലേക്ക് കയറി കേട്ടോ. ഈ മണ്ണിൽ കൂടെ നടക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ നടക്കുന്നത്. ഇങ്ങനെ നടന്നാൽ കുറച്ച് സ്പീഡിൽ നമുക്ക് നടക്കാൻ പറ്റും. കാല് പെട്ടെന്ന് കുഴിഞ്ഞു പോകുന്ന ടൈപ്പ് മണ്ണാണ്.